നമസ്കാരം. ഇന്ന് നമ്മളൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത്. അതിനായിട്ട് 5 കാർഡുകൾ പുൾ ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് നോക്കാം. 4 ഓഫ് വാൻഡ്സ് ആണ് ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്. 9 ഓഫ് പെൻറ്റക്കിൾസ്, ദി എംപ്രസ്, നൈറ്റ് ഓഫ് വാൻഡ്സ് ആൻഡ് 10 ഓഫ് കപ്സ്. നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് 4 ഓഫ് വാൻഡ്സ് ആണ്. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലോ ആയിരിക്കും. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അത്രയധികം സ്നേഹമുണ്ടാവണം എന്നില്ല. പക്ഷേ 4 ഓഫ് വാൻഡ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നു. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു എൻഗേജ്മെൻറ്റിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വിവാഹത്തിലേക്ക് പോകുന്നുണ്ട്. വളരെ നാൾക്ക് ശേഷം നിങ്ങൾ കണ്ടുമുട്ടുന്നതുമാകാം, നിങ്ങൾ റീയൂണൈറ്റ് ചെയ്യുന്നതുമാകാം. അത് പക്ഷേ ഒരു സെലിബ്രേഷനിലാണ് അവസാനിക്കുന്നത്. പിന്നീട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലവ് റിലേഷൻഷിപ്പിലേക്ക് വളരെയധികം അബണ്ടൻസ് വരുന്നുണ്ട്. അതിപ്പം സ്നേഹമായാലും കമ്മിറ്റ്മെൻ്റ് ആയാലും ഫൈനാൻഷ്യൽ മാറ്റർ ആണെങ്കിലും വളരെയധികം അബണ്ടൻസ്, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അബണ്ടൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആകുന്നുണ്ട്. ഫൈനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആകുന്നതെന്നാണ് കാണിക്കുന്നത്. പിന്നീട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ദ എംപ്രസ് കാർഡാണ്. വളരെയധികം ഫെമിനിൻ എനർജി ഉള്ളൊരു കാർഡാണ് ദ എംപ്രസ്. നമുക്ക് ചിത്രത്തിൽ കാണാം, വളരെയധികം ഫെർട്ടൈലായിട്ടുള്ള ലാൻഡിലാണ് എംപ്രസ് ഇരിക്കുന്നത്. അതുമാത്രമല്ല അവർക്ക് ഒരുപാട് നേർച്ചറിങ് ക്വാളിറ്റിയുള്ള ഒരാളാണ് എംപ്രസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പരസ്പരം നേർച്ചർ ചെയ്യുന്ന, ഒരുപാട് സ്നേഹം കാണിക്കുന്ന, നിങ്ങൾക്ക് പരസ്പരം ഒരുപാട് ഇഷ്ടപ്പെടുന്ന, കെയർ ചെയ്യുന്ന ഒരു സമയമായിട്ട് ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞ് വരാനുള്ള സാധ്യത, ഒരു പ്രഗ്നൻസി ടൈം, ഒരു കുഞ്ഞുണ്ടാവാനുള്ള സമയം എന്നൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എംപ്രസും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലേഡിയാണ്. അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആകുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ദ നൈറ്റ് ഓഫ് വാൻഡ്സ് എന്നുള്ള കാർഡാണ്. വളരെയധികം അതും സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനുള്ള എന്നത് തന്നെയാണ്. കാരണം അദ്ദേഹം വളരെയധികം വേഗത്തിൽ നിങ്ങളെ റീച്ച് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. നിങ്ങളോട് അദ്ദേഹത്തിന് വളരെയധികം പാഷനുണ്ട്. അദ്ദേഹം സഞ്ചരിക്കുന്ന കുതിരയും അദ്ദേഹത്തിൻ്റെ തലയിലുള്ള തൂവലും ഒക്കെ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളോട് വളരെയധികം പാഷനോട് കൂടിയിട്ട് നിങ്ങളെ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നീട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 10 ഓഫ് കപ്സ് എന്നുള്ള കാർഡാണ്. 10 ഓഫ് കപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതൊരു ഫാമിലി കാർഡാണ്. ഫാമിലി റീയൂണൈറ്റ് ചെയ്യുന്ന കാർഡാണ്. എന്തായാലും ഒരു കപ്പിൾ അവരുടെ കുഞ്ഞുങ്ങൾ കളിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു കാർഡാണ് 10 ഓഫ് കപ്സ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളിപ്പം നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അകലെയുള്ള ഒരു സ്ഥലത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ വളരെയധികം സ്നേഹത്തോടു കൂടിയിട്ട് റീയൂണൈറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ ഫൈനാൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ഫൈനാൻഷ്യലി നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ ഫൈനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ആ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടൊക്കെ മാറി നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒത്തുചേർന്ന് ഹാപ്പി മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യാനുള്ള ഒരു ടൈമായിട്ട് കാണിക്കുന്നു. നമുക്ക് ഈ സ്പ്രെഡിൽ കിട്ടിയിരിക്കുന്നത് വളരെയധികം നല്ല കാർഡുകളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ എനർജി ക്ലെയിം ചെയ്യുക. താങ്ക് യു സോ മച്ച്. God bless you.